നാടും നഗരവും ഓണത്തിൻ്റെ തിരക്കിലാണ്. മണ്ണും മനസ്സും ഓണത്തിൻ്റെ ആഹ്ലാദത്തെ ഹൃദയത്തിലേറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളുള്ളത് കർണാടക അതിർത്തിയായ അഡ്യനിടുകയിലെ ഡോക്ടർ മാത്തുക്കുട്ടിയുടെ വീട്ടിലാണ്. മാത്തുക്കുട്ടിയോടും കുടുംബത്തോടും ഒപ്പമാണ് ഞങ്ങൾ ഈ ഓണം ആഘോഷിക്കുന്നത്. അതിർത്തിയിലെ ഓണമെന്ന KCNൻ്റെ പ്രത്യേക പരിപാടിയിലേക്ക് ഡോക്ടറെയും ഡോക്ടറുടെ കുടുംബത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മാത്തുക്കുട്ടി വൈദ്യർ, ഒപ്പം ഭാര്യ ലില്ലിക്കുട്ടി മാഡം, മക്കളായ ലിമ, ലിന, ലിനക്സ് എന്നിവരാണ് അതിഥിയായി എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ആദ്യമായി KCNൻ്റെ ഓണാശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും ആഹ്ലാദത്തിൻ്റെ, ആനന്ദത്തിൻ്റെ വല്ലാത്തൊരു അനുഭൂതിയുടെ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. എനിക്ക് തോന്നുന്നുണ്ട് കാസർഗോട്ടുകാർക്ക് പ്രത്യേകിച്ചിട്ടും ഓണം വലിയൊരു ആഘോഷമായിരുന്നില്ല. പക്ഷെ അപ്പോഴും കാസർഗോട്ടിനും അപ്പുറം കർണാടകയിലെ അതിർത്തിയിൽ അഡ്യനിടുക്ക എന്ന ഒരു ഗ്രാമത്തിൽ വന്നിട്ട് കേരളത്തിൻ്റെ ആ ഓണത്തെ പറിച്ചു നട്ടുകൊണ്ട് മനോഹരമായിട്ട് ഓണം ആഘോഷിക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ കണ്ണൂരിലെയും ഇപ്പോൾ കാസർഗോട്ടെയും ഓണത്തിൻ്റെ ആ ഒരു ആഘോഷത്തിൻ്റെ പൊലിമ അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ ആ ഒരു രീതി? വളരെ അത്ഭുതം തോന്നുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 5 വർഷം മുമ്പ് വരെ നമ്മുടെ കാസർഗോഡ് ഓണം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ദിവസം പോലെ ആയിരുന്നു. പക്ഷേ ഇവിടെ പുറമേ നിന്ന് വന്ന് മറ്റുള്ള ആൾക്കാരുണ്ടാവും, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നോ അല്ല മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാർ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഒരു നാട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഓണം ഒരു സാധാരണ രീതി മാത്രമായിരുന്നു, ഒരു സാധാരണ ദിവസം പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെയധികം അത്ഭുതം തോന്നാറുണ്ട്. പത്രമാധ്യമങ്ങളും ചാനലുകൾ, സംഘടനകൾ, പൊതുവായിട്ടുള്ള സംഘടനകൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നു. ഓണം ആഘോഷിക്കാത്ത ആൾക്കാർ ഇന്ന് ആരുമില്ല. കാരണം ജാതി കേരളത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതകരമായ, കേരളത്തിൻ്റെ മാത്രമായിരിക്കും ഒരുപക്ഷെ നമുക്ക് നോക്കിയാൽ ലോകത്തിൽ എല്ലാ ജാതി മതവിഭാഗങ്ങളും ഏറ്റവും സന്തോഷമായിട്ട് ആഹ്ലാദിക്കുന്ന, അല്ലെങ്കിൽ വരവേൽക്കുന്ന, അല്ലെങ്കിൽ മനസ്സിൽ ആഹ്ലാദം കൊണ്ട് നടക്കുന്ന ഇങ്ങനെയൊരു വേറൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് മറ്റേത് രാജ്യങ്ങളെ നോക്കിയാലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ജാതിയില്ല, മതമില്ല. ശരിക്കും നമ്മുടെ മാവേലി തമ്പുരാൻ്റെ ആ വാക്കിൽ അതേപോലെയാണ് ഇന്നിപ്പം. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. കേരളത്തിൽ ഓണം കാണാൻ മാത്രം ഒരുപാട് ആൾക്കാരുണ്ടാകും. കാരണം ഇന്ന് പല സ്ഥലങ്ങളിലും ഓണത്തോടനുബന്ധിച്ച് ഇന്ന് വള്ളംകളി നടക്കുകയാണ്. അത് നമ്മുടെ ദൈവികം, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ആചാരത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും. കാരണം ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പള്ളികളിലും എല്ലാ അമ്പലങ്ങളിലും എല്ലാ രീതിയിലും നോക്കിയാലും ഓണത്തെ വരവേൽക്കുകയാണ് എല്ലാവരും. അത്തപ്പൂക്കളമായിട്ടും അല്ലെങ്കിൽ മറ്റ് മത്സരങ്ങളായിട്ടും കായിക രീതിയിൽ നമുക്ക് വളരെ അത്ഭുതം തോന്നുന്നു. പക്ഷേ ഇന്നിപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ നമുക്ക് 100% പറയാം നമ്മൾ ഓണം ഇവിടെ നെഞ്ചിലേറ്റി കഴിഞ്ഞു എല്ലാവരും. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ആരും വിശ്വസിക്കാത്തൊരു കേസാണ്. കാരണം ഇന്നിപ്പോൾ മാർക്കറ്റിലൊക്കെ ചെന്നാൽ പണ്ട് പെരുന്നാളിന് മാത്രമായിരുന്നു കാസർഗോഡിൻ്റെ മാർക്കറ്റിൽ നമുക്ക് വല്ലാത്തൊരു തിരക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ എനിക്ക് ഇന്നലെ അത്ഭുതം തോന്നി, ആ തിരക്ക് അതേപോലെ തന്നെ തുടരുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ജാതിയൊന്നും കണ്ടില്ല, എല്ലാവരും ഉണ്ട്. എല്ലാ മതവിഭാഗങ്ങളും തുല്യമായിട്ട് ഷോപ്പിംഗ് നടത്തുന്നു, പച്ചക്കറികൾ വാങ്ങുന്നു. കാരണം കാസർഗോഡ് ഒരു അത്ഭുതം കണ്ടത്, കാരണം ഒരു 5 വർഷം മുമ്പ് നമ്മുടെ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ഒരു പൂ പോലും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഓണത്തിന് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇന്നലെ അത്ഭുതം തോന്നിയത് കാസർഗോഡിൻ്റെ എല്ലാ മാർക്കറ്റിൽ അടക്കം നമ്മുടെ ടൗണിൽ, പഴയ ബസ് സ്റ്റാൻഡിൽ, പുതിയ ബസ് സ്റ്റാൻഡിലൊക്കെ പൂക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു അത്ഭുതം തോന്നി. കാരണം എത്രയോ ടണ്ണ് പൂവായിരിക്കും കാസർഗോഡ്. ഇത് തന്നെ ഒരു വലിയൊരു അത്ഭുതമല്ലേ നമുക്ക്? കാരണം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വളരെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭൂതിയും ഒരു ആഹ്ലാദവുമാണ് നമ്മൾ കാസർഗോഡുകാരും കൂടെ ഓണത്തെ നെഞ്ചിലേറ്റുന്നു. അപ്പം മറ്റെല്ലാവരും അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ മാത്രമായിരിക്കില്ല, ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഇന്നത്തെ ദിവസം എന്തായിരുന്നാലും ഓണസദ്യ ആഘോഷിക്കും, അല്ലെ ഓണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരിക്കും എന്നുള്ള ഉറപ്പാണ്. അതിൽ സംശയമൊന്നും വേണ്ട. കാരണം നമുക്ക് വളരെ അത്ഭുതത്തോടു കൂടി കാണാം. ഇനിയിപ്പോൾ ഒരു 10-30 ദിവസത്തേക്ക് നമുക്ക് പേപ്പറുകളെല്ലാം ചാനലുകളെല്ലാം മറ്റുള്ളവരുടെ ഓണപരിപാടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം എല്ലാ സ്ഥലത്തു നിന്നും, ഇപ്പം പുറമേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും മറ്റു രാജ്യങ്ങളിലാണെങ്കിലും നമുക്കൊരു സന്തോഷമാണ്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി എവിടെയുണ്ടോ അവിടെ തീർച്ചയായിട്ടും ഓണമുണ്ട്. ഡോക്ടറുടെ ഒരു ദിവസത്തെ ഷെഡ്യൂൾ വളരെ ടൈറ്റാണ്. അതിരാവിലെ തന്നെ രോഗികൾ വരാൻ തുടങ്ങുന്നു, അത് രാത്രിയേറും വരെ അത് നീണ്ടുപോകുന്നു. പക്ഷെ ഓണ ദിവസം ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമായിരിക്കും. എങ്ങനെയാണ് ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ രീതി?
ശരിക്കും പറഞ്ഞാൽ ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ആഘോഷം എന്ന് പറഞ്ഞാൽ രോഗികൾ വരുമ്പം നമ്മൾ അവരെ ഒഴിവാക്കിക്കൊണ്ടൊരു ഓണം നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കും. പക്ഷേ എല്ലാവരോടും നമ്മൾ പറയും നമുക്കൊരു ഉച്ച വരെയെങ്കിലും ഫ്രീ തരണമെന്ന്. പക്ഷേ അതൊരിക്കലും നടക്കാറില്ല. പക്ഷേ രാവിലെ എഴുന്നേറ്റും എല്ലാവരും ഉണ്ട് എന്ന് ഞങ്ങൾ ഫാമിലിയിൽപ്പെട്ട എല്ലാവരും ഉണ്ട്. കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്. അവരും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ഓണം എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസമേ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണം ഒരുമിച്ചിരുന്ന് സന്തോഷമായിട്ട് എല്ലാവരും കഴിക്കാനുള്ളൊരു തീരുമാനം, അതാണ് നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. മറ്റ് പൂക്കളോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മേഖല ആയതുകൊണ്ട് നമുക്കിപ്പോൾ രാവിലെ വരുന്ന രോഗികൾ ഇപ്പം നമ്മുടെ കർണാടകത്തിൽ നിന്ന് ഓണമെന്നറിയാതെ ഒരുപാട് പേര് വരും. കാരണം അവർക്ക് ഓണം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർ രോഗികൾ വരുമ്പോൾ നമുക്ക് അവരോട് ഇന്ന് എനിക്കൊരു ഓണമാണ് നിങ്ങൾ വരരുതെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കും നമ്മൾ ഓണത്തെ ആചരിക്കുന്നു. നമ്മൾ അതൊരു ആഘോഷമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ് നമ്മളുള്ളത്. വൈദ്യർ കണ്ണൂർ സ്വദേശിയാണ്. അപ്പോൾ അല്ലേ ഇത് പറഞ്ഞാലും ഓണം നമ്മൾ കന്നഡയിൽ പറഞ്ഞാൽ കേരളീയറ ജാഗതിക ഹബ്ബ, മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ ഓണമുണ്ട്. എന്നാലും കണ്ണൂർ ഭാഗത്ത് ഓണത്തിന് പ്രാധാന്യം കൂടുതലാണ്. വൈദ്യരുടെ ആ ചെറുപ്പത്തിലുള്ള ആ ഒരു ഓണം സ്മരണകൾ. കാരണം നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നൊരു കാര്യം, നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരെല്ലാവരും, അതായത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുട്ടികൾ നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നൊരു കാലഘട്ടത്തിൽ അവരൊക്കെ അമ്പലത്തിൽ പോകുമായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പോകുമായിരുന്നു. അപ്പം അവർ രാവിലെ കുളിച്ചു അമ്പലത്തിൽ പോയി, അതുപോലെ പുത്തനുടുത്താണ് അവരെല്ലാവരും പോകുന്നത്. അപ്പോൾ അതൊരു നമുക്കൊരു വലിയ അത്ഭുതമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ഈ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവരെല്ലാം അമ്പലത്തിൽ പോകും. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും പോകും. അപ്പം നമ്മുടെ വീട്ടിനേക്കാൾ കൂടുതൽ മറ്റ് വീടുകളിൽ പോയി ഓണസദ്യ കഴിക്കാനായിരുന്നു നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും താല്പര്യം തോന്നിയതും. കാരണം നമ്മുടെ വീട്ടിലില്ലെന്നല്ല, പക്ഷേ എങ്കിലും അതിനൊരു കൂട്ടുകാർ കൂടി ആ ചെറിയ പ്രായത്തിൽ ആ ഇലയൊക്കെ വെട്ടിയിട്ട് കാരണം ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അനുഭൂതിയാണ്. കാരണം അത് ഇന്നിപ്പം നമുക്ക് അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. കാരണം ആ തൂശനിലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഇലയിലുള്ള ചോറും അതുപോലെ തന്നെ പായസം, കാരണം ഓരോ വീട്ടിലും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അതാണ് അതിനകത്ത് വേറൊരു സത്യം. ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഇപ്പോൾ ഒരു കാളനോ ഓലനോ അല്ലെങ്കിൽ മറ്റ് തോരൻ കറികളോ ആ ടേസ്റ്റ് ആയിരിക്കില്ല പിന്നൊരാൾ ചെയ്യുമ്പോൾ. കാരണം കറികൾക്കൊക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം അതൊരു കൈപുണ്യം തന്നെ വേണേൽ പറയാം. പല വീടുകളിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ഓരോ വീടിൻ്റെ ഓരോ തനതായ ഒരു ശൈലി ഉണ്ടാവും, ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീടുകളിലായിരുന്നു നമ്മൾ ചെറുപ്പകാലത്തിലുള്ള ഓണം നമ്മൾ ആസ്വദിച്ചതും സന്തോഷിച്ചതും ഒക്കെ. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ ആൾക്കാർക്ക് ആ ഒരു കാഴ്ചപ്പാടിലുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോൾ ഒരു വീട്ടിൽ പോയി ഒരു ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അത് പലർക്കും ഒരു പോരായിയായിട്ടും കുറച്ചിലായിട്ടൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ പണ്ട് അങ്ങനെയൊന്നുമില്ലായിരുന്നു. കാരണം അന്ന് ഏതൊരു പൊതുവായ ഇത് വന്നാലും കേരളത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വിളിക്കുകയും, അതുപോലെ ചെന്നില്ലെങ്കിൽ ഇപ്പം നമ്മളൊരു വീട്ടിൽ ചെന്നില്ല എങ്കിൽ ആ ഓണത്തിൻ്റെ പായസം നമുക്ക് വീട്ടിൽ കൊടുത്തു വിടുമായിരുന്നു. കാരണം അതൊരു വന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുത്തു വിട്ടു. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയാണോ എന്നറിയില്ല. കാരണം കൊടുത്തുകൊണ്ടുള്ള അത് ഒരു സാഹോദര്യം മാത്രമല്ല, ഒരു ഹൃദയം നിറഞ്ഞൊരു സ്നേഹം കൂടി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇന്നിപ്പോൾ അതെല്ലാം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണുകുടുംബങ്ങളായി, കുടുംബത്തിൻ്റെ ശൈലി മാറി. കാരണം നമ്മളൊക്കെ പ്രത്യേക രീതിയിലേക്ക് വന്നു, ജോലിക്കാരായി. കാരണം പലർക്കും പല രീതിയിൽ വന്നു. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഓണം തന്നെ ഒരു വലിയ അത്ഭുതമാണ്. കാരണം കേരളത്തിൽ എല്ലാവരും ഓണത്തിന് ഒത്തുകൂടാറുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ സാമൂഹിക പരിസ്ഥിതി വെച്ച് നോക്കുമ്പം ഓണം പോലെയുള്ള ഒരു വലിയൊരു നേട്ടമാണ് ഒരു പരിധി വരെ. കാരണം നമ്മുടെ കഴിഞ്ഞ ഗതകാല സ്മരണകളെ ഓർക്കാനോ അല്ലെങ്കിൽ ചെറുപ്പത്തിൻ്റെ ഓണം അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ഓർമ്മ പുതുക്കാനോ ഒക്കെ നമുക്ക് ഈ ഓണം ഒരു ഓർമ്മ പുതുക്കലും കൂടിയാണ് ശരിക്കും നമുക്ക് ഈ ഓണം. ഭർത്താവ് ഒരു തിരക്ക് പിടിച്ച മനുഷ്യനാണ്, അറിയാലോ വൈദ്യർ. ഒരു ദിവസം നൂറുകണക്കിന് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോഴോ ഈ ഓണം ഇതുപോലത്തെ ആഘോഷങ്ങൾ അന്യമാവുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് വന്നതാണ്. ചെറുപ്പത്തിൽ നന്നായിട്ട് ഓണം ആഘോഷിച്ചു. ആഘോഷങ്ങളെല്ലാം നന്നായിട്ട് ആസ്വദിച്ചു. പക്ഷേ ഇപ്പോൾ ഈ നേരത്തെ വൈദ്യർ പറഞ്ഞതാണ്, നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഒരു രോഗി വന്നാൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കണം. ആൾ വന്നാൽ നമ്മൾ ഓണം ആഘോഷം വെള്ളത്തിലാവും. വല്ലപ്പോഴും അങ്ങനെ ഒരു പരാതിയോ പരിഭവമോ, ഈ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് എല്ലാം ആഘോഷങ്ങളെല്ലാം പോയി അങ്ങനെ ഒരു ഇല്ല, പരാതിയോ പരിഭവമോ ഒന്നുമില്ല. ഞങ്ങളെല്ലാം ആ സമയം ഓണത്തിൻ്റെ ദിവസം എന്ന് വെച്ചാൽ ഈ തിരക്കിനിടയിലാണെങ്കിലും ചോറും കറികളും എല്ലാം ആക്കി കുട്ടികൾക്കെല്ലാം വിളിച്ച് അവർ കുളിച്ച് രാവിലെ റെഡിയാക്കി ഇലയിട്ട് ചോറ് കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒന്നിച്ചിരുന്നാണ്. അതെ അതെ. പുള്ളിക്ക് ആ സമയം ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പുള്ളി ഇതിനിടയ്ക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അടുക്കളയെ പണിയെടുക്കാറുണ്ട്. ഇല്ല, പരാതിയൊന്നുമില്ല. തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കേ ഉള്ളൂ. പണികൾ എടുക്കാൻ പണിയെന്ന് പറഞ്ഞാൽ കണ്ടവാനം പണിയുണ്ട്. ഇതിനിടയ്ക്ക് പുള്ളിയെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു പേഷ്യൻ്റ് ആരെങ്കിലും ഉണ്ട്, അവർക്ക് വെള്ളം വേണമെങ്കിൽ അത് കൊടുക്കും.
പിന്നെ അതിനും പിന്നെ കുറേ ജീവികളൊക്കെ ഉണ്ട്, പക്ഷികൾ മറ്റുള്ള അതുങ്ങൾക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾ കുറേ കാട്ട് പക്ഷികളെ വളർത്തുന്നുണ്ട്, അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും, കേൾക്കാം. അതിനിടയ്ക്ക് ഇതെല്ലാം കൊടുത്തുകൊണ്ടുണ്ടാവും, 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കിയല്ല, എല്ലാവരെയും ഒരേപോലെ ശ്രദ്ധിച്ചുകൊണ്ടുണ്ട്. ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം ഒരുപാട് അദ്ദേഹം കാരുണ്യ പ്രവർത്തനത്തിനായി ചെലവഴിക്കുന്ന ഒരാളാണ്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന്, നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും അനുഭവിക്കേണ്ടതായിരിക്കല്ലോ കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നൊരു പരാതിയില്ലേ? ഇല്ല ഒരിക്കലില്ല. കൊടുക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ, അങ്ങനത്തെ ഒരു പരാതി ആർക്കും ഇല്ല. എത്ര കൊടുക്കുന്നതിന് സന്തോഷമുള്ളൂ, അങ്ങനെ ആർക്കും ഒരു പരാതിയൊന്നുമില്ല. നമുക്കൊരു സെൽഫിഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതൊന്നുമില്ല. പിന്നെ ഇദ്ദേഹം ഞങ്ങളുടെ ആവശ്യത്തിനൊന്നും ഒരു കുറവില്ല, ഉണ്ടെങ്കിൽ കൊടുക്കണം, ഇങ്ങനെ സഹായിക്കണമെന്ന് പറയുന്ന കൂട്ടത്തിലാണ്. എനിക്ക് ചോദിക്കാനുള്ള വൈദ്യുതിയുടെ മക്കളോടാണ്. അച്ഛൻ്റെ കുട്ടിക്കാലത്ത് ഓണത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പം അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നെങ്കിലും അടിസ്ഥാനപരമായിട്ട് മലയാളികളാണ്. പിന്നെ ഓണം താരതമ്യേന ആഘോഷിക്കുന്ന ഈ ഒരു പ്രദേശത്ത് കുറവാണ്. പഠിക്കുന്നത് മംഗലാപുരത്താണ്. ഓണം ആഘോഷിക്കാനുള്ള സാധ്യതയും കുറവാണ്. എങ്കിലും ഈ പരിമിതിയിൽ നിന്നുകൊണ്ട് ഓണം എങ്ങനെ ആഘോഷിക്കാറുണ്ട്? അച്ഛൻ പുതിയ ഉടുപ്പൊക്കെ വാങ്ങിത്തരാറുണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മേടിച്ചായിരുന്നു. പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പോയപ്പം ഓണമൊന്നും ആഘോഷിക്കാൻ സമയമില്ല. പ്രത്യേകിച്ച് മംഗലാപുരത്ത് അവിടെ ഓണമില്ല. പിന്നെ കോളേജിലുള്ള മലയാളികളെല്ലാം കൂടി ഓണം ആഘോഷിക്കായിരുന്നു. അതും പക്ഷേ ഓണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. അപ്പോൾ ഈ നമ്മൾ മംഗലാപുരത്ത് ഭൂരിഭാഗം കുട്ടികളും മലയാളികളാണ്. അപ്പോൾ അവരെ വീട്ടിൽ പോയി അവർ ഓണമൊക്കെ ആഘോഷിച്ച് ഒരുപാട് കഥകൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടോ? അത് തോന്നാറുണ്ട്. കാരണം അങ്ങോട്ട് നാട്ടിലേക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, ഇവിടെ നമ്മൾ അത്ര ആഘോഷിക്കാറില്ല. കാസർഗോഡും അത്രയ്ക്ക് ഇതില്ല. അപ്പോൾ അവർ പറയും ഈ സദ്യ തന്നെ അത് ഫുഡിന് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ കറി ആയിരിക്കില്ല നാട്ടിൽ, അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടോ. അപ്പം അവർ വന്നിട്ട് അവരുടെ കഥകളും പിന്നെ ഓണം കഴിഞ്ഞ് അവർ വീട്ടിൽ നിന്ന് വരുമ്പം കറിയൊക്കെ ആണെങ്കിൽ അവർ കൊണ്ടുതരും. ഞങ്ങൾ തന്നെ ഹോസ്റ്റലിൽ കുട്ടികളെല്ലാം കൂടി ചേർന്ന് ഓണസദ്യ ഉണ്ടാക്കും ഹോസ്റ്റലിൽ. അപ്പം അങ്ങനെ നമുക്ക് പല പല രുചികൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓണത്തിൻ്റെ കളികളുണ്ടാവും. ഓണ ദിവസം എന്തായിരിക്കും നിങ്ങളുടെ വീട്ടിലുണ്ടാകുക സ്പെഷ്യൽ? എല്ലാം ലിമയാന്ന് പറഞ്ഞാൽ ഇനൊന്നും ഉണ്ടെന്നില്ല. ഇവിടെ അങ്ങനെ ഓണസദ്യ ഉണ്ടാവും. ഓണപ്പൂക്കൾ ഇടാനൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. അതുമാത്രമേ ഉള്ളൂ. പിന്നെ സ്കൂളിലെ ഓണം സെലിബ്രേഷനും അങ്ങനത്തെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പപ്പയ്ക്ക് ചേച്ചി ഉണ്ടാവില്ല മോസ്റ്റ് ഓഫ് ദ ടൈം. പിന്നെ ഞാനും അനിയനും മാത്രമേ ഉള്ളൂ. നമ്മൾ എന്നാൽ ഇപ്രാവശ്യം നിങ്ങൾ എല്ലാവരും കുടുംബം എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു ഓണമാണ്. എങ്ങനെയാണ് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ മക്കൾ എന്ന രീതിയിൽ? ഇപ്രാവശ്യം ഓണപ്പൂക്കളില്ല, ഓണസദ്യ ഉണ്ടോ. ഡോക്ടറെ, നമ്മളിപ്പോൾ ഓണത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഡോക്ടറുടെ വീട്ടിലെപ്പോഴും ഓണാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിവിടെ എത്തുമ്പോൾ അടിയനിടയ്ക്കൽ ഈ ഗ്രാമത്തിലെത്തുമ്പോൾ നമ്മൾ പുതിയൊരു ലോകത്തേക്കാണ് എത്തുന്നുള്ളത്. അത് പറയുകയാണെങ്കിൽ താങ്കൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു വില്ലേജാണിത്. ഔഷധത്തോട്ടങ്ങൾ, വ്യത്യസ്തങ്ങളായ പക്ഷികൾ, പാരഡൈസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് ഈ വീട്ടിലെത്തിയപ്പോഴായിരുന്നു. താങ്കൾ എങ്ങനെയായിരുന്നു ഈ ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്തെടുത്തത്? അതായത് ഇന്നത്തെ നമ്മുടെ ഈ തിരക്ക് പിടിച്ച ലോകത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെടുമ്പോഴും അല്പം സമാധാനവും സന്തോഷത്തിനുമാണ് ആൾക്കാർ പ്രാമുഖ്യം കൊടുക്കുന്നതായിട്ട് കാണുന്നത്. കാരണം സ്നേഹത്തോടൊപ്പം ശാന്തത മനുഷ്യന് ആവശ്യമാണ്. കാരണം എവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുന്ന രീതിയിൽ, അതായത് എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ടെൻഷനും ദുഃഖങ്ങളും ഒക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് ഇങ്ങനൊരു പുറമേ കാണുന്ന ഒരു സന്തോഷവും ചിരി ആയിരിക്കില്ല പലരുടെ ഉള്ളിൽ. നമുക്കറിയാം പലരെക്കുറിച്ച്. അപ്പം നമ്മൾ ഇവിടെ എത്തുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കുറച്ചൊരു സമാധാനം സ്വസ്ഥതയും കിട്ടുന്നെങ്കിൽ, കാരണം പൂക്കളെ നോക്കാത്ത ആൾക്കാർ, ചെടികളെ നോക്കാത്ത ആൾക്കാർ, പക്ഷികളെ നോക്കാത്ത ആൾക്കാർ, ഏത് കഠിന ഹൃദയനായ ഒരാൾ പോലും ഇതൊക്കെ മാനസികമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന്, അതായത് നമുക്ക് ഒരുപാട് പാഠം ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നമ്മൾ എത്ര മണിക്കൂർ ഇരുന്ന് സംസാരിച്ചാലും നമുക്ക് മാനസികമായിട്ടൊരു ടെൻഷനില്ല, ശാരീരികമായിട്ട് നമുക്കൊരു അസ്വസ്ഥതയില്ല, അല്ലെങ്കിൽ നമുക്കൊരു മറ്റു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല. ഇപ്പോൾ നമ്മൾ റൂമിലാണ് ഇരുന്ന് സംസാരിക്കുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് മടുപ്പ് തോന്നും. എത്ര ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിലും ഉള്ളിൽ വിചാരിക്കും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്ന് ഓർക്കും. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഇല്ല എന്ന് പറയാൻ നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ്, ഇവിടുത്തെ മെഡിസിന്, അതുപോലെ ഇവിടെയുള്ള ചെളികൾ, അതുപോലെ തന്നെ ഇവിടെ കിളികൾ വരുന്നു. കാട്ടുകിളികളാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പക്ഷികളും കിളികളും ഒക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ
ഞാൻ പലയിടത്തും കണ്ടു വലിയ വീടുകളും സ്വപ്നങ്ങളും, പലർക്കും വലിയ വീടാണ് സ്വപ്നം. ഏറ്റവും അത് നമ്മുടെ കാസർഗോഡ് തന്നെ, അതെ, നമ്മുടെ കാസർഗോഡിൻ്റെ തന്നെ ഒരു ശാപമാണ് നമ്മുടെ കോൺക്രീറ്റ് കാടുകൾ. കാരണം ഇന്ന് നമ്മൾ നോക്കിയാൽ മംഗലാപുരത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയാൽ കാസർഗോഡുകാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. കാരണം ഒന്ന് ഭക്ഷണം, രണ്ടാമത് നമ്മുടെ കോൺക്രീറ്റ് കാടുകൾ. ശരിയായ രീതിയിൽ ഒരു അന്തരീക്ഷത്തിൽ എന്താ പറയുക, നമുക്കൊരു നല്ലൊരു ഓക്സിജൻ നമുക്കൊരിക്കലും കിട്ടാറില്ല. ഇന്നിപ്പം മെട്രോ സിറ്റികളിലൊക്കെ ഓക്സിജൻ പാർലർ തുടങ്ങിക്കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട്. ഇപ്പം മെട്രോ സിറ്റികളിലെല്ലാം ഉള്ള ഒരു കേസാണ് ഓക്സിജൻ പാർലർ. അപ്പോൾ ശുദ്ധമായ ഒരു വായുവാണ് അവിടെ കിട്ടുന്നത്. അത് 5 മിനിറ്റോ 2 മിനിറ്റോ അതിന് ചാർജാണ്. അപ്പോൾ ഇവിടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം വേണമെങ്കിലും ഇവിടെ ഓക്സിജൻ ഉണ്ട്. അതേ പൊല്യൂഷനാണ് ഇവിടെയുള്ളത്. അപ്പം ഇങ്ങനൊരു സെറ്റപ്പ് ഞാനൊരാൾ ചെയ്തുകൊണ്ട് എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയുമെന്നല്ല, എങ്കിലും നമുക്ക് ഈ രീതിയിലൊരു സെറ്റപ്പ് ചെയ്യുന്നത് ഇവിടെ വരുന്ന ഒരാൾ ശാന്തത, സമാധാനം, സ്വസ്ഥത. അപ്പോൾ ആ ഒരു മനസ്സിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനൊരു കാര്യം പണ്ട് മുതലേ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എൻ്റെ ഒരു അഹങ്കാരം തന്നെ പറയാം, എല്ലാ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയാണ്. ഇപ്പം നേരത്തെ എൻ്റെ ഭാര്യ പറഞ്ഞു കഴിഞ്ഞു 24 മണിക്കൂർ കുറഞ്ഞ സമയം മാത്രമായിരിക്കും ഉറങ്ങുക ഇവിടെ. അപ്പം ഞാനതിൻ്റെ പിന്നിൽ, ഞാൻ ഫ്രണ്ടിലുണ്ടെന്ന് മാത്രമാണ്, അതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് എൻ്റെ ഭാര്യയാണെന്ന്. ആ കാര്യത്തിൽ എനിക്കൊരു അഭിമാനക്കുറവൊന്നുമില്ല, തുറന്നു തന്നെ പറയാം. കാരണം അങ്ങനെ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പം ഞാൻ എത്ര കഴിവുള്ള ഒരാളാണെങ്കിലും എനിക്ക് ഈ വിവിധമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല ഒരിക്കലും. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇവരുടെ ഉണ്ട്. കാരണം ഒരിക്കലും അത് ചെയ്തത് കൂടിപ്പോയെന്നോ അല്ലെങ്കിൽ കൊടുത്തത് കൂടിപ്പോയെന്നോ ഇന്ന് വരെ ഒരു പരാതി പറയുന്നതായിട്ട് ഇതുവരെ എനിക്ക് അനുഭവപ്പെട്ടില്ല. മറിച്ച് അവർ പറയുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, അർഹതപ്പെട്ട ആൾക്ക് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. കാരണം പലപ്പോഴും ഞാൻ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ മാനസികമായിട്ട് അവർക്ക് എന്നോട് പലപ്പോഴും വിയോജിപ്പുണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇന്ന് വരെ നമ്മളിവിടെ വരുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഇവിടെ തന്നെ വരുന്ന രോഗികളോട് നമ്മൾ പ്രവർത്തിക്കാറുണ്ട്. അല്ലെങ്കിൽ പുറമേ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് നമുക്ക് കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനൊരു കഥ പറയാം. കാരണം ഞങ്ങൾ ഒരുപാട് വളരെയധികം പ്രതീക്ഷകളോടെ, സാധാരണ പറഞ്ഞാൽ ഒരു 30 വർഷത്തിനടുത്താവും, 86 ഞങ്ങൾ ഇവിടെ വന്നു. 87 മുതൽ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്റ്റേജിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ കഠിനാധ്വാനം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതൊരു വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും ത്യാഗവും കഷ്ടവും ഒക്കെ അനുഭവിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും വിഷമമൊക്കെ മനസ്സിലാക്കാൻ നന്നായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമ്മളെ കൊണ്ട് കഴിയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കുന്നത്. അല്ല, സത്യമാണത്, 100%. നമുക്ക് അതിനകത്ത് ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ അഹങ്കാരത്തോടുകൂടി തന്നെ പറയാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെങ്കിലും നമുക്കങ്ങനെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് എത്ര കഴിവുണ്ടായിട്ടും ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം നമുക്ക് പലരും പല സന്ദർഭങ്ങളിലും അറിയാനും അടുത്തറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ആഗ്രഹമുണ്ട്, പക്ഷേ സ്വന്തം വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട്, അത് കുടുംബകലം ഉണ്ടാകുന്നതുകൊണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ പല വ്യക്തികളെ എനിക്കറിയാം. കാരണം അവരുടെ ഒരു നിശ്ചിത വരുമാനമായിരിക്കും. പക്ഷേ ഇവിടെ ഞങ്ങൾക്കുണ്ടാകുന്ന വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത പൈസ ഞങ്ങൾ കൃത്യമായിട്ടും മെഡിക്കൽ ക്യാമ്പുകൾ അല്ലെങ്കിൽ മറ്റു ചാരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാറുണ്ട്. അതിനകത്ത് ഞാൻ തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും നമുക്കൊരു മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടുന്നല്ല. നമ്മൾ കുറേ സാമ്പത്തികം ഉണ്ടാക്കി ഇവിടെ നമ്മളൊരു വലിയ ഒരാളായിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഇന്നത്തെ കാഴ്ചപ്പാടിൽ, ന്യൂ ജനറേഷൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ വീടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് കണക്കൂട്ടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നുള്ളത്. എത്ര മോഡേൺ ആവാൻ പറ്റും അത്രത്തോളം മോഡേൺ ആവാൻ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളുടെ പപ്പ ഒരു ഗ്രാമത്തിലേക്ക് വരുന്നത്, അവിടെ ഒരു കൊച്ചു വീട് വെച്ച് താമസിക്കുന്നത്. അതൊരു കോംപ്ലക്സ് ആയി മാറിയിട്ടുണ്ടോ? കൂട്ടുകാരൊക്കെ വരുമ്പോൾ നമുക്ക് മാത്രം ഒരു കൊച്ചു വീട്, അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. കാരണം നമ്മൾ പുറത്ത് പോയി മീൻസ് വേറെ പലരുടെയും ജീവിതം കാണാൻ നമുക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമ്പം ഇവിടെ കിട്ടുന്ന സന്തോഷ സമാധാനം പുറത്ത് നമുക്ക് എവിടെ പോയാലും കിട്ടില്ല. ഇതൊരു പഴമയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യമുണ്ട്, വലിയ വീട് നിർമ്മിക്കാം, നഗരത്തിൽ ജീവിക്കാം, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങൾ ഗ്രാമത്തിലേക്ക് ഒതുങ്ങുന്നു. അങ്ങനെയല്ല, മീൻസ് നഗരം കുറെ കഴിയുമ്പോൾ നമുക്ക് മടുക്കും. ഇപ്പം ഇവിടെ വരുന്ന പലരും പറയും ഒരു ദിവസം ഇവിടെ താമസിക്കാൻ പറ്റിയിരുന്നെങ്കിലും അങ്ങനെ പറയാറുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അപ്പം ഇത് തട്ടി എറിഞ്ഞിട്ട് നമ്മൾ പുറത്തു പോയി താമസിക്കാമെന്ന് അതൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടുകാരൊക്കെ എന്തായിരുന്നു? ഈ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നതായിരിക്കാം, ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞായിരിക്കാം. ഇങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്? അവർക്കൊക്കെ ഇത് സന്തോഷം തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലവും ഇങ്ങനത്തെ ഒന്നും ചുറ്റുപാടൊന്നും ഒരിക്കലും ഇപ്പം കാണാൻ കിട്ടാറില്ല. അവരൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ലീമ ആയുർവേദത്തിൽ സ്പെഷ്യലൈസ് ചെയ്യും. പഠിച്ചിട്ട് എന്ത് വേണമെങ്കിലും ആകായിരുന്നു അല്ലേ? അച്ഛൻ സപ്പോർട്ട് ചെയ്യായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അച്ഛൻ്റെ പാത തന്നെ സ്വീകരിക്കാൻ? കാരണം ഞാൻ ചെറുപ്പം പോലെ ഇത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണിത്. ഇതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റിയും പിന്നെ
പിന്നെ പപ്പ ചികിത്സിക്കുന്നത് ഞാൻ കണ്ടു വളർന്നതാണ്. ഒരുപാട് പേഷ്യൻസിന് മാരാരോഗങ്ങൾ മാറുന്നതും ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു. അപ്പം എനിക്കും ഇതേ വഴി തന്നെ വരണമെന്ന് തോന്നി. അതുപോലെ ചെയ്യാൻ പറ്റും. അതുപോലെ അല്ല, പപ്പ എന്തോ ഒരു വലിയ അത്ഭുതം സൃഷ്ടിക്കുന്നുണ്ട്. ഒരു നമുക്കത് പറ്റുമോ? ഇപ്പം ഇത് രണ്ടാണ്, വൈദ്യർ വേറെയാണ്, ആയുർവേദ ഡോക്ടർ വേറെയാണ്. അതൊന്ന് പഠിച്ചിട്ടും ഒന്ന് പ്രാക്ടീസിലും വരുന്നതാണ്. അങ്ങനെയല്ല, ഇപ്പോഴത്തെ കുഴപ്പമെന്തെന്ന് വെച്ചാൽ അറിവില്ലാത്തതുകൊണ്ടല്ല. മീൻസ് അവർ ഒരുപാട് അറിവായപ്പോൾ നമ്മൾ നമ്മുടെ തല യൂസ് ചെയ്യില്ല. മീൻസ് കോമൺ സെൻസ്. ഞങ്ങൾ ലെക്ചറേഴ്സ് തന്നെ പറയാറുണ്ട്, BMS ഡോക്ടേഴ്സിന് എല്ലാ സെൻസും ഉണ്ട്, ബട്ട് കോമൺ സെൻസ് ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നത് മീൻസ് പപ്പയുടെ ആ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരുപാട് റിസൾട്ട്സ് ഉണ്ടാവും. ശരിക്കും പറയുമ്പോൾ ആയുർവേദ ഡോക്ടർമാർക്ക് കോമൺ സെൻസ് ഇല്ല. ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തിയതല്ല. അലോപ്പതി ഇപ്പം നമ്മൾ പറയാ ഈ പഴയ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അലോപ്പത്തിയാണ് കൂടുതൽ. വിഷം നമ്മൾ കഴിക്കുന്നത്, അത് വിഷനെ കുത്തി കൊടുക്കണമാണ്. ഇന്ന് ആയുർവേദം എത്രത്തോളം സാധ്യത ആയുർവേദത്തിന് ഒരുപാട് സാധ്യതയുണ്ട്. അലോപ്പതിക്ക് ഇപ്പോഴും ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, സർജറി പോലെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എമർജൻസി കണ്ടീഷനിൽ അലോപ്പതി വേണം. പക്ഷേ എനിക്ക് തോന്നുന്നു അലോപ്പതി സിംറ്റമാറ്റിക് ആയിട്ടാണ് അവർ ചികിത്സിക്കുന്നത്. ഇപ്പോൾ ഒരു രോഗാവസ്ഥ വന്നു, അതിനെ അവർ സപ്രസ് ചെയ്യുവാണ്, അല്ലാതെ അതിൻ്റെ ബേസിക് കണ്ടുപിടിച്ച് അതിനെ ക്യൂർ ചെയ്യുന്നില്ല. അപ്പം അലോപ്പതി മെഡിസിൻസ് കഴിച്ചുകൊണ്ട് പോകുന്നതോറും മനുഷ്യന് എത്രത്തോളം ആരോഗ്യമുണ്ടോ അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു കോഴ്സായിട്ടാണ് എടുക്കുന്നത്. അത് ആ ഒരു പാത്തോജനെ എതിർക്കാൻ വേണ്ടിയുള്ളതാണ്. കുറേ കഴിയുമ്പോഴത്തേക്കും അതേ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ അത് അതിന് റെസിസ്റ്റൻ്റ് ആവും ഒരു ആൻറ്റിബയോട്ടിക്സ്. പിന്നെ നമ്മൾ ആ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഒരിക്കലും ആ വ്യക്തിയുടെ ശരീരത്തിൽ ഫലിക്കില്ല. അപ്പം നമ്മൾ അതിനേക്കാളും കൂടിയ ഡോസ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ പോകുമ്പോൾ ഒരു മനുഷ്യൻ എവിടെ അവസാനിക്കും? പിന്നെ ചെന്നെത്തുന്നത് ഒരു വല്ലാത്തൊരു കണ്ടീഷനായിരിക്കും. അപ്പോൾ ഒരു ചികിത്സയും ഫലിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതേസമയം ആയുർവേദം എന്ന് പറയുമ്പം നമ്മൾ ഒരു രോഗിയെ ടോട്ടലായിട്ടാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. വെറും അയാളുടെ രോഗം ചികിത്സിക്കല്ല, അയാളുടെ ആരോഗ്യസ്ഥിതിയെ മൊത്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഫിസിക്കലി മെൻ്റലി മൊത്തമായിട്ട് അയാൾ ചികിത്സിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അലോപ്പതിയെക്കാളിലും, പിന്നെ അലോപ്പതി എന്ന് വെച്ചാൽ ഫാസ്റ്റ് റിസൾട്ടാണ്. പെട്ടെന്ന് ഇപ്പോൾ ഒരു ട്യൂമറാണ്, അത് സർജറി ചെയ്ത് മാറ്റി അത് തീർന്നു അവിടെ. ബട്ട് ആയുർവേദം അതെ, അതാണ് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് മനുഷ്യന് ക്ഷമയില്ല. പക്ഷേ ഈ ഫാസ്റ്റ് പെട്ടെന്ന് ക്യൂർ ചെയ്യും, ബട്ട് പിന്നീട് അതിൻ്റെ സൈഡ് എഫക്ട്സ് വേറെ ഉണ്ടാവും. അത് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഇപ്പം കുറഞ്ഞു അത്രേ ആൾക്കാർ വിചാരിക്കുന്നുള്ളൂ. ആയുർവേദം കുറേ ക്ഷമയോടെ എടുക്കേണ്ടി വരും. മേ ബി ഒരു 6 months 1 year ഒക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അത് ക്ഷമയോടെ ചികിത്സിക്കുകയാണെങ്കിൽ ഏത് രോഗവും ആയുർവേദത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മളെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരുപാട് ആഗ്രഹങ്ങളത്, ഒരു നല്ലൊരു മൊബൈൽ, ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ, കാർ, അങ്ങനെ പല ആവശ്യങ്ങൾക്കുണ്ട്. പപ്പയോട് നിങ്ങളിങ്ങനെ വല്ല കാര്യങ്ങളും ആവശ്യപ്പെടുന്ന സമയത്ത് സാധിച്ചു തരുന്നുണ്ടോ? അല്ലെങ്കിൽ ആ പണമെടുത്ത് ഏതെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പപ്പ ഉപയോഗിക്കുമോ? അങ്ങനെയില്ല, ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തരാറുണ്ട്. എല്ലാം തരാറുണ്ട്. അപ്പം നല്ല പപ്പയാണ്. ആതുരസേവനം എന്നത് വലിയൊരു കച്ചവടമായി മാറുന്നൊരു കാലമാണ് ഇപ്പോൾ. എങ്ങനെ രോഗികൾ പിഴിഞ്ഞെടുക്കാമെന്ന് ചിന്തിക്കുന്നൊരു കാലമാണ്. പക്ഷെ അപ്പോഴാണ് മാത്തുക്കുട്ടി വൈദ്യർ എന്നുള്ളൊരു ഡോക്ടർ ഇവിടെ അതിന് മഹത്തായിട്ടുള്ളൊരു സേവനമായിട്ട് കാണുന്നുള്ളത്. എത്രയോ പേരിപ്പോൾ ഇവിടെ എൻഡോസൾഫാൻ രോഗികൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നുണ്ട്, ഒപ്പം ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്നുണ്ട്, ഒപ്പം എവിടെയൊക്കെയോ പാവപ്പെട്ട എത്രയോ രോഗികളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഇങ്ങനെയൊരു മനസ്സ് കിട്ടിയത് എങ്ങനെയായിരുന്നു? കുടുംബ പശ്ചാത്തലം, അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ഇവർ ഈ മേഖലയിലായിരുന്നു ഇവർ പ്രവർത്തിച്ചത്? അല്ല, അതിൻ്റെ പിന്നിലൊരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സാമ്പത്തികമുള്ള ഒരാൾക്ക് ലോകത്തിൻ്റെ എവിടെയും ചികിത്സ നേടാൻ കഴിയും. ഏറ്റവും പാവപ്പെട്ട ഒരാൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാരുണ്യ അല്ലെങ്കിൽ നമുക്ക് ചാരിറ്റി എന്നുള്ള നിലയിൽ പലരും സഹായിക്കാറുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു ഇടത്തരക്കാരുണ്ട്. കാരണം മേത്തരക്കാർക്കും രക്ഷയുണ്ട്, കീഴ്ത്തരക്കാർക്കും രക്ഷയുണ്ട്. ഈ ഇടത്തരക്കാർക്ക് പോകാനാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻസർ പോലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ഭാവി തന്നെ തകർന്നു. സാമ്പത്തികമായിട്ടുള്ള ഇപ്പോൾ ഒരു വീട്ടിലൊരു രോഗി ഉണ്ടായാൽ ആ കുടുംബത്തിൻ്റെ ജീവിതം തന്നെ അവിടെ കൊണ്ടൊരു താളം തെറ്റിയാണ്, ഒരു വഴിമാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ പല വ്യക്തികളും, അതായത് സമൂഹത്തിന് മുമ്പിൽ പറയാൻ മേലാത്ത പല ആൾക്കാരും വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ജീവിതം അവസാനിപ്പിക്കുന്നതായിരിക്കും ഒരു പരിധി വരെ നല്ലതെന്ന് വരെ പറഞ്ഞ പല അനുഭവങ്ങളും നമുക്കുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഞാനിപ്പോൾ ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതുകൊണ്ട് ലോകത്തൊന്നും പ്രകാശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നമുക്ക് അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ, കാരണം ഈ വൈദ്യമേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കാരുണ്യം അർഹിക്കപ്പെടുന്ന ഒരു മേഖലയാണ്. കാരണം ഇവിടെ ചികിത്സ കൊണ്ട് മാത്രമല്ല ഒരു രോഗി സുഖപ്പെടുന്നത്,
ഒരു വൈദ്യൻ്റെ ശുശ്രൂഷയും അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ശുശ്രൂഷയും അല്ലെങ്കിൽ ഒരു നല്ല വാക്കുകളും ഒക്കെ ഒരു രോഗി അറിയിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരാളെ ചികിത്സിക്കുമ്പോൾ നമ്മൾ എത്ര വിലപിടിപ്പുള്ള മരുന്നിനോടൊപ്പം അതിനേക്കാൾ വിലപിടിപ്പുള്ള വാക്കുകളുണ്ട്. അപ്പോൾ ഒരു രോഗിയെ മാനസികമായിട്ട് നമ്മൾ പുനർജീവിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ മരുന്നുകൾ ഫലിക്കുകയുള്ളൂ. പുഞ്ചിരിയൊക്കെ ഒരു മെഡിസിനാണ്. തീർച്ചയായിട്ടും നമ്മളൊരു രോഗിയോട് സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ കഴിയുന്നെങ്കിൽ അത് വലിയ മാറ്റങ്ങളുണ്ടാക്കും. നമുക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരുപാട് രോഗികളെ നമ്മൾ കാണാൻ കഴിയുമ്പോൾ അവരുടെ പിന്നിലുള്ള, അതായത് ചിലപ്പം ഒരു കുടുംബത്തിൽ അവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ആ കുടുംബാംഗങ്ങൾ അവരോട് ക്ഷമയോടെ ആയിരിക്കില്ല പെരുമാറുന്നത്. കാരണം പലപ്പോഴും പല രീതിയിൽ അവർക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാകും. പക്ഷെ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പം നമുക്ക് അവരോട് അല്പം കരുണയും ആത്മാർത്ഥതയും സ്നേഹവും കാണിക്കാൻ കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്നാണ് ക്യൂർ ചെയ്യുന്നത്. കാരണം അത് നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും രോഗികളോട് നമ്മൾ ആ രീതി പെരുമാറാൻ കഴിയുന്നെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നടക്കും. പക്ഷേ അതിന്ന് ആരും ചെയ്യാൻ തയ്യാറാകുന്നില്ല. കാരണം ഒരു രോഗിയോട് മാരകമായ ഒരു രോഗത്തിൻ്റെ പേര് പറയുമ്പോഴാണ് ആ രോഗിക്ക് പേടിയാകുന്നത്, അല്ലെങ്കിൽ ആ രോഗിയുടെ കൂട്ടത്തിൽ വരുന്നവർക്ക് പേടിയാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മുതലെടുക്കാൻ പറ്റും. ഇപ്പോൾ 50 രൂപയുടെ മരുന്ന് കൊണ്ട് മാറേണ്ട ഒരു രോഗിയോട് പറയാണ് ഇത് മാറുന്ന ഒരു രോഗമല്ല എന്ന് പറഞ്ഞാൽ അവർ 50,000 തരാൻ തയ്യാറാവും. സത്യത്തിൽ രോഗികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജനങ്ങൾക്ക് സത്യത്തിൽ രോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ മരുന്നുകളെക്കുറിച്ചോ ഒന്നും വലിയ ബോധവാന്മാരല്ല. നമ്മൾ കേരളത്തിലെ ഒരു പ്രത്യേകതയാണത്. കാരണം നമുക്ക് ആർക്കും ഈ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഒന്നും അറിയില്ല. ഒരു ഡോക്ടറുടെ വാക്കാണ് അവസാന വാക്ക് ഒരാളുടെ ജീവിതത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിലുള്ള അറിവില്ലായ്മ പോലും മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തിൻ്റെ ഒരു ഈറ്റില്ലം എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ ലോകത്തിന് സംഭാവന ചെയ്തത്, ഒരുപക്ഷെ കേരളം സംഭാവന ചെയ്തത് എന്തെന്ന് വെച്ചാൽ ആയുർവേദം തന്നെയായിരിക്കും. നമുക്കിപ്പം നമ്മുടെ കേരളത്തിൽ എമ്പാടും പഞ്ചകർമ്മ ചികിത്സയും അങ്ങനെ ഒരുപാട് കർക്കിടക ചികിത്സ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൂണുകൾ പോലെ മുളിച്ചു പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് വൈദ്യുതി? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ചികിത്സയാണ്, അല്ലാതെ ഏറ്റവും കുറഞ്ഞത്. അതുപോലെ നമുക്ക് നോക്കാം, എല്ലാ ഗ്രന്ഥങ്ങളിലും നമ്മുടെ ആയുർവേദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളം ലോകത്തിന് മുമ്പിൽ ഇന്നിപ്പോൾ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം തന്നെ നമ്മുടെ ആയുർവേദമാണ്. പക്ഷേ എല്ലായിടത്തും നമുക്ക് നന്മയുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിന്മയും ഉണ്ടാകാം. കാരണം നല്ല രീതിയിലുള്ള ചികിത്സ ഇന്നിപ്പം നമ്മുടെ ലോകം ആയുർവേദം അറിയാനൊരു കാരണം മുഖ്യമായിട്ട് കോട്ടയ്ക്കൽ ആയുർവേദശാലയാണ്. അതിന് കാരണം അത് നമുക്ക് 100% അറിയാവുന്നൊരു കാര്യമാണത്. കാരണം കോട്ടയ്ക്കൽ പോലുള്ള നല്ല സ്ഥാപനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് കേരളം ഇന്ന് ആയുർവേദത്തിൻ്റെ ഈറ്റിലുമായതും കേരളത്തിലേക്ക് ഇന്ന് രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരടക്കം ഉള്ള ആൾക്കാർ ചികിത്സയ്ക്ക് വരുന്നതും നമ്മുടെ ആയുർവേദത്തിന് ഇത്രമാത്രം ഒരു പ്രശസ്തി ഉണ്ടായതും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടി, അതായത് എന്താ പറയുക, പഞ്ചകർമ്മയുടെ ഭാഗമായ സുഖചികിത്സയാണ് ഇന്നിപ്പോൾ ഇവിടെ വരുന്ന വിദേശികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്. കാരണം അതിന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ചികിത്സ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു റേറ്റിംഗ് ഉണ്ടാവും. നമുക്കിപ്പോൾ ഓരോ മരുന്നുകൾക്കൊക്കെ റേറ്റിംഗ് ഉണ്ട്. ഒരു സുഖചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആരുടെ ശരീരത്തിൽ നമ്മൾ ഓയിലിട്ടാലും അല്ലെങ്കിൽ എണ്ണയോ കുഴമ്പോ തേച്ചാലും മസാജ് ചെയ്താലും ആർക്കും പെട്ടെന്ന് സാധാരണയിൽ കൂടിയ ഒരു സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അത് ഒരു ചികിത്സ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ്. കാരണം അതിന് ഗവൺമെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സംഘടനകളും 100% ആ രീതിയിലുള്ള ചികിത്സയെ പ്രോത്സാഹിപ്പിക്കാൻ ഉള്ള രീതിയിലല്ല, പ്രോത്സാഹിപ്പിക്കാതെ അതിനെതിരായിട്ട് തന്നെ പ്രവർത്തിക്കണം. കാരണം ഇത് നമ്മുടെ അമൂല്യമായ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ആയുർവേദം. കാരണം ഏത് രോഗത്തെ മാറ്റാൻ കഴിയുന്ന മരുന്നുകൾ അമൂല്യമായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പരാജയം പറ്റിയത് നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ നമ്മുടെ സന്നദ്ധ സംഘടനകളും ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തകരും ഒക്കെ തനതായിട്ട്, അതായത് ഇപ്പം എന്നെപ്പോലെയുള്ള പ്രഗത്ഭരായ, എന്നെക്കാളൊക്കെ എത്രയോ പ്രഗത്ഭരായ വൈദ്യന്മാർ കേരളത്തിലുണ്ട്. കാരണം ഓരോ പഞ്ചായത്തിലും നമുക്ക് നോക്കിയാൽ അറിയാം, ഓരോ രോഗത്തിനും ഓരോ വീടുകളിൽ പണ്ട് സാധാരണ ഒരു ഫീസും വാങ്ങിക്കാതെ അവർ ചികിത്സിച്ചുകൊണ്ടിരുന്നു. പേപ്പട്ടി കടിച്ചാൽ, മഞ്ഞപ്പിത്തം വന്നാൽ, ടോൺസിൽ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒറ്റമൂലി ചികിത്സ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സമൂഹവും സന്നദ്ധ സംഘടനകളും അല്ലെങ്കിൽ നമ്മുടെ സർക്കാരും ഒന്നും അതിനെ പരിപോഷിപ്പിച്ചില്ല. അപ്പം തീർച്ചയായിട്ടും നിന്നുപോയി. നമുക്കൊരു വലിയ നഷ്ടമാണത്. കാരണം ഒറ്റമൂലി ചികിത്സയൊക്കെ കേരളത്തിൽ അത്ഭുതകരമായ ചികിത്സകളുണ്ടായിരുന്നു. കാരണം കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ പാലക്കാട് ഓരോ ഏരിയകളിലും ഓരോ രീതിയിലുള്ള ചികിത്സ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം അത് ഒരു പരിധിവരെ ഡോക്ടർമാരും അതിന് കാരണക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഡോക്ടറെ അടുത്ത് സാധാരണ ആരും മരുന്ന് വാങ്ങിക്കാൻ പോകും പെട്ടെന്ന് തന്നെ. പക്ഷേ ഒരു വൈദ്യരെടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വൈദ്യർ ചികിത്സിച്ച് സുഖപ്പെട്ടു എന്ന് പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. ഒരു ഡോക്ടറെ ചികിത്സിച്ച് സുഖപ്പെട്ടു എന്ന് പറയാൻ ആൾക്കാർ പരസ്യമായിട്ട് പറയും. പക്ഷേ വൈദ്യരെടുത്ത് പോയായിരുന്നു. കാരണം ഇപ്പം ഞാൻ പറയാം, വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ നമ്മളോട് സെപ്പറേറ്റ് ആയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് മേടിച്ച് ആരും അറിയാതെ വന്ന് ചികിത്സിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി വ്യക്തികൾ എനിക്കുണ്ട്.
അപ്പോൾ എന്തോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിലുണ്ട്. വൈദ്യരെന്തോ ഒരു എന്താ വളരെ ചെറുതാണെന്നും. പക്ഷേ ഞാനിവിടെ ഡോക്ടർമാരെ അടക്കം ചികിത്സിക്കുന്നുണ്ട്. ഇങ്ങനെ ആയുർവേദത്തിലുള്ള ഡോക്ടർമാരടക്കം അലോപ്പതിയിലുള്ള ഡോക്ടർമാരടക്കം ഞാൻ പലരെയും ആ രീതിയിൽ ചികിത്സിക്കുന്നുണ്ട്. കാരണം എനിക്കതിനകത്തൊരു വലിപ്പമൊന്നും തോന്നിയിട്ടില്ല. കാരണം രോഗം ആർക്കും വരാം. കാരണം നമുക്കിപ്പോൾ അതിനകത്തൊരു പിന്നെ ഞാൻ ഒന്നുകൂടി കാര്യം പറയാം, ആര് കൂടുതൽ അടിച്ചമർത്തപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ അവിടെയൊക്കെ അത് കാലം തെളിയിച്ചിട്ടുണ്ട്. അവരെ ഏറ്റവും കൂടുതൽ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പം ഇന്നത്തെ ദിവസം തന്നെ മഹാബലി ചക്രവർത്തിയെക്കുറിച്ച് നമുക്ക് അനുസ്മരിക്കുമ്പം പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട മഹാബലി ചക്രവർത്തി ഇന്ന് ലോകം മുഴുവൻ വർഷത്തിൽ 10 ദിവസം ആഘോഷിക്കുകയാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ളൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കാരണം പുള്ളിയെ ചവിട്ടി താഴ്ത്തിയതാണ്. കാരണം എത്രമാത്രം പുള്ളി അടിയിൽ പോയി അത്രമാത്രം പുള്ളി ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ ലോകം മുഴുവൻ ആദരിക്കുകയാണ്. കാരണം മലയാളി എവിടെയുണ്ടോ, മലയാളി എത്താത്തപ്പോൾ തമാശിന് ചന്ദ്രനിൽ ചെന്നപ്പം നിങ്ങൾക്ക് ചായ വേണമല്ലോ എന്ന് ചോദിച്ച പാർട്ടിയാണ് നമ്മൾ മലയാളി എന്നാണ് പറയുന്നത്. കാരണം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവിടെ മലയാളി ഉണ്ടായിരുന്നു എന്ന് കളിയാക്കി പറയാറുണ്ട്. അപ്പം മലയാളി ലോകത്തിൽ ഏതെല്ലാം ഭാഗത്തുണ്ട് അവിടെയെല്ലാം ഓണം ആഘോഷിക്കുകയാണ്. അപ്പം മഹാബലി തമ്പുരാനെ ചവിട്ടിയാണ് താഴ്ത്തിയത് ഒരു പരിധി വരെ. അപ്പം നമുക്കറിയാം അടിച്ച് എത്രമാത്രം നമ്മൾ ഒരാളെ നന്മയുണ്ടോ അതേ നമ്മൾ ചവിട്ടി താഴ്ത്തിയോ അത് 10 മടങ്ങ് ശക്തിയോടുകൂടി കൂടി ലോകം പ്രകീർത്തിക്കുന്നൊരു കാലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും എനിക്കും ഇങ്ങനൊരു സമാധാനം തോന്നുന്നത്. അപ്പം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇനിയും കഷ്ടപ്പെടുകയാണ്. ഇപ്പം ഇനി ഒരു നല്ലൊരു ഓണാഘോഷം നമ്മൾ മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കുകയാണ്. പരവനടുക്കത്തെ നമ്മുടെ കാസർഗോഡ് മന്ദിരത്തിൽ വെച്ചാണ് നമ്മുടെ ഒരു ഓണാഘോഷം. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ഓണാഘോഷം അതായിരിക്കും. അടുത്ത 12-ാം തീയതി വെള്ളിയാഴ്ച അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പുണ്ട്. ഇവിടെയെല്ലാം നമ്മുടെ പരവനടുക്കത്തെ മറ്റേ നമ്മുടെ ഒരു അനാഥ മന്ദിരം ഉണ്ടല്ലോ അവിടെ അന്നൊരു പരിപാടിയാണ്. അന്ന് ഓണാഘോഷത്തോട് അനുബന്ധിച്ചുള്ള ഒരു പരിപാടിയാണ്. അവിടെ മെഡിക്കൽ ക്യാമ്പുണ്ട്, ഓണഭക്ഷണം ഉണ്ടാവും. ഞാൻ പിന്നെ ചാനലുകാരുണ്ടാവും. അന്ന് നമ്മുടെ ഈ ഇവിടുത്തെ കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ സംയുക്തമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം തീർച്ചയായിട്ടും ഓണത്തിൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരിക്കും അന്ന് ഞങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന്. അപ്പം ഒരു ഓണാഘോഷം എന്ന് പറയുന്നത് ഓരോ വർഷം നമ്മൾ ആ രീതിയിലാണ് നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്നത്. സ്വന്തമായിട്ടുള്ള ആഘോഷത്തിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഹൃദയം നിറഞ്ഞൊരു ഓണാഘോഷമായിട്ട് തോന്നുന്നത്. വൈദ്യരുടെ കയ്യിൽ വലിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും കാണാനില്ല. അസ്വസ്ഥനായിട്ട് വരുന്ന ഒരാൾ എങ്ങനെയാണ് ഇന്ന സൂക്കേടാണെന്ന് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? അതായത് നമ്മുടെ ആയുർവേദത്തിൽ ആദ്യകാലത്തുള്ള ചികിത്സ നാഡി പിടിച്ചുള്ള ചികിത്സയായിരുന്നു. വസ്തുതാപരമായിട്ട് പറഞ്ഞാൽ നാഡി ഒരാളുടെ കയ്യിൽ പിടിച്ചു നോക്കിയാൽ നമുക്ക് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളടക്കം മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ശരിക്കും അതായത് ടോയ്ലറ്റ് ക്ലിയറായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ വൈറ്റിന് ക്ലിയറായിട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും മെൻസസ് കറക്റ്റില്ല, അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരാളുടെ രോഗം, അതായത് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ മുഖത്ത് തന്നെ ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ രോഗങ്ങളും ദുഃഖങ്ങളും സന്തോഷമൊക്കെ. അതുപോലെ തന്നെ ഒരാളുടെ നാടി പിടിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും. കാരണം അവരുടെ രോഗം നമ്മൾ കണ്ടുപിടിക്കുന്നു, നമ്മളത് പറയുന്നു. അപ്പം തീർച്ചയായിട്ടും അവർക്കൊരു വിശ്വാസം വരും, വൈദ്യര് മരുന്ന് തന്നാൽ ഞാൻ രക്ഷപ്പെടുമെന്ന്. കാരണം അത് അതിൻ്റെ ഒരു പിന്നിലുള്ളൊരു രഹസ്യം കൂടിയാണ്. ഒരാളുടെ രോഗം നമുക്ക് പറയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ചികിത്സ. എങ്ങനെയാണ് ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മറ്റ് റിപ്പോർട്ടുകളും കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നാടി പിടിച്ച് നോക്കും, എന്നിട്ട് നമ്മൾ തന്നെ രോഗനിർണ്ണയം നടത്തും, നമ്മൾ അതിനുള്ള മരുന്നും കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ ചികിത്സ. എല്ലാ സൂക്കേടിനും മരുന്ന് കൊടുക്കുന്നുണ്ട്, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഡോക്ടർമാർ ഇന്ന് ഒരു ഇതാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. MBBS കഴിഞ്ഞാൽ എല്ലാവർക്കും മരുന്ന് കൊടുക്കും. വൈദ്യർക്ക് എന്താണ് വൈദ്യരുടെ സ്പെഷ്യലൈസ് എന്ന് പറഞ്ഞിട്ട്? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യ ശരീരത്തെ മുഴുവനായിട്ടും പഠിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ വൈദ്യനാകാൻ കഴിയുള്ളൂ. കാരണം ഇപ്പം ശരീരത്തിലുള്ള ഓരോ പാർട്സുകളും നമുക്ക് സെപ്പറേറ്റ്, കാരണം അതിപ്പം നമ്മുടെ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആരോ തമാശനെ പറയുന്നത് കേട്ടു, കണ്ണിൻ്റെ 2 കണ്ണിനും ഉള്ള ഓരോ ഡോക്ടർമാർ വേറെ വരും. ഇടത്തെ കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റ് വേറെ, വലത്തെ കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റ് വേറെ. പക്ഷേ അതൊന്നുമല്ല. കാരണം നമുക്കറിയാം നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ ഒരു 10, 30 വർഷം അല്ലെങ്കിൽ 35, 40 വർഷം മുമ്പ് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഡോക്ടർ എല്ലാ രോഗത്തിനും ചികിത്സിക്കുമായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു കുടുംബ ഡോക്ടർ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്, എനിക്കൊരു ഫാമിലി ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് മാത്രമായിരുന്നു ആ കുടുംബത്തിന് മൊത്തമായിട്ടുള്ള രോഗങ്ങളുടെ കാര്യങ്ങളുണ്ടാകുക. അപ്പോൾ അദ്ദേഹം അത് പിന്നെ ഒരാൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി റെഫർ ചെയ്യാറില്ലായിരുന്നു. തീർച്ചയായിട്ടും വൈദ്യം എന്ന് പറയുന്നത് മൊത്തത്തിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പം ചെവിക്ക് മാത്രം ഒരു ഡോക്ടർ, കണ്ണിന് മാത്രം ഒരു ഡോക്ടർ ഇന്ന് കാണുന്ന ആ ഒരു രീതിയിലല്ല. വൈദ്യത്തിൽ അങ്ങനെയല്ല. വൈദ്യത്തിൽ രോഗിയെ പൂർണ്ണമായിട്ടും തന്നെ പഠിക്കാൻ കഴിയണം, എങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ കഴിയുള്ളൂ. ഒരു നല്ല വോയിസാണ് വൈദ്യരുടെ. 2 വരി കവിത. തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞു, അതായത് എന്താ പറയുക, മറ്റൊരു ഫീൽഡിനോടുമല്ല, ഈ വൈദ്യത്തെക്കുറിച്ച് മാത്രം. കാരണം വൈദ്യരെപ്പോഴും ഞങ്ങളെപ്പോലുള്ളവർക്ക് മിറാക്കിളായിരുന്നു. ഞങ്ങൾ
സത്യം പറഞ്ഞാൽ അത്ഭുതത്തോടെ നോക്കും. കാരണം എന്താ വെച്ചാൽ സാംസ്കാരിക പരിപാടി വരുമ്പോൾ അവിടെ താങ്കൾ ഉണ്ടാവുന്നുണ്ട്, ഒരു ക്യാമ്പിൽ താങ്കൾ ഉണ്ടാവുന്നുണ്ട്, വലിയ സമ്മേളനങ്ങൾ താങ്കൾ ഉണ്ടാവുന്നുണ്ട്, ഒപ്പം തന്നെ ഇവിടെ രോഗികളെത്തുമ്പോൾ ഇവിടെയും താങ്കൾ ഉണ്ടാവുന്നുണ്ട്. ശരിക്കും ഇപ്പോഴത്തെ ജനറേഷൻ നേരിടുന്ന വലിയൊരു പ്രശ്നം സമയമില്ല എന്നുള്ളതാണ്. പക്ഷേ താങ്കൾക്ക് എല്ലാത്തിനും സമയമുണ്ട്, താങ്കളെല്ലാം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ക്രമീകരിച്ചെടുക്കുന്നത്? മലയാളത്തിൽ പറയും മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്ന്. നമുക്കൊരു നല്ല മനസ്സുണ്ടാകാനാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആദ്യം. കാരണം എൻ്റെ ഒരു ഗുരുനാഥൻ പറഞ്ഞു തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് നിനക്കറിയാവുമെന്ന് ചോദിച്ചു. ഒരു നല്ല മനസ്സാണെന്ന് പറഞ്ഞു. ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് പരിശ്രമിക്കാൻ കഴിയും, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും. സാംസ്കാരികമായിട്ട് നമ്മൾ സമൂഹജീവിയാണ്. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെ കൂട്ടത്തിലും നമ്മൾ എത്തിപ്പെടാൻ ബാധ്യസ്ഥനാണ്. പിന്നെ ഞാനതിനകത്തൊരു എന്താ പറയുക, ഒരു മോശമായൊരു എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പെരുമാറ്റം മിക്കവാറും കല്യാണങ്ങൾക്ക് അല്ലെ മറ്റ് വീടുകളുണ്ടാകുന്ന ഫംഗ്ഷൻ എനിക്ക് എത്താൻ കഴിയാറില്ല. അതാണ് എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും എനിക്ക് പറ്റുന്നൊരു അബദ്ധം. അതാണ് പല പ്രിയപ്പെട്ട ആൾക്കാരും എന്നെ മാനസികമായിട്ട് വെറുക്കാറുണ്ട്, ഉപേക്ഷിക്കാറുണ്ട്. കാരണം കല്യാണം പോലെയുള്ള അല്ലെങ്കിൽ മംഗളകരമായ ഒരു കാര്യങ്ങൾക്കും എനിക്ക് എത്തിപ്പെടാൻ കഴിയാറില്ല. കാരണം എൻ്റെ അവസ്ഥ അവർക്കറിയില്ല. അപ്പം അതല്ലാത്ത എല്ലാ കാര്യങ്ങളിലും, അതായത് അർഹതയുണ്ടെന്ന് തോന്നുന്ന എന്ത് പരിപാടിക്കും ഞാൻ എൻ്റെ സമയം കണ്ടെത്താറുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരുപാട് നേരം കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വേറെ വ്യക്തിപരമായിട്ട് എനിക്കൊരു ഹാബിറ്റൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പ് ചെയ്യണം, എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളിലൂടെ ഒരു 10 പേർക്കെങ്കിലും ഗുണം കിട്ടിയാൽ, കാരണം നമ്മൾ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അത് മാത്രമായിരിക്കും. എന്തെങ്കിലും നന്മ മാത്രമേ നമ്മുടെ കൂട്ടത്തിലുണ്ടാവുള്ളൂ. കാരണം ബാക്കിയൊക്കെ നമുക്ക് ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് കഴിയുന്നത്ര മറ്റുള്ളവർക്ക് വേണ്ടി ഓടിത്തീർക്കണം. കാരണം ഈ സമയം എപ്പോൾ തീർന്നു പോകും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ദൈവം തന്നിരിക്കുന്ന പുണ്യപ്പെട്ട നിമിഷങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും. ഇപ്പം നമുക്കൊരാളോട് വേണമെങ്കിൽ സാമ്പത്തികമായിട്ട് കടം വാങ്ങിക്കാൻ പറ്റും, സമയം ഒരിക്കലും കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് ദൈവം എത്ര കാലം സമയം തരുന്നു ആ അത്രയും സമയത്തിനുള്ളിൽ ഓടാവുന്നതിൻ്റെ പരമാവധി ഓടണം, എത്താവുന്നിടത്തൊക്കെ എത്തണം. കാരണം ഒരിടത്തും എത്തിയെന്നല്ല അതിൻ്റെ അർത്ഥം, എത്തുമൊന്നുമല്ല. എങ്കിലും എനിക്ക് അതാണ് ഞാൻ ഒരു ചിന്താഗതിയിലാണ് ഞാൻ ഓടുന്നത്. കാരണം എനിക്കൊരു മടുപ്പ് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം മടുപ്പിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. കാരണം എന്നോടൊരാൾ പറഞ്ഞു, ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ല എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാക്കിനെ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓടുന്നത്. ഒരു ദിവസത്തെ ഷെഡ്യൂൾ എങ്ങനെയാണ്? എത്ര മണിക്ക് എഴുന്നേൽക്കും? എത്ര മണിക്ക്? അതായത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. നമ്മളിപ്പോൾ രാവിലെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, നമ്മൾ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ജീവിതത്തിന് ഒരിക്കലും എനിക്കില്ല. കാരണം അതൊരിക്കലും എന്നെ കൊണ്ട് നടക്കുന്നതല്ല. കാരണം ഞാനൊരു 1 മാൻ ഷോയാണ്. ഇപ്പം നമ്മൾ രാവിലെ 6 മണിക്ക് ഒരു മരുന്ന് കൊടുക്കേണ്ട ഒരു രോഗി വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ രാത്രി 12 മണിക്കായിരിക്കും ഒരു മരുന്ന് പറിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ രാവിലെ ഒരു 8 മണിക്കാണ് മരുന്ന് കൊടുക്കുന്നത്. നമ്മൾ ചിലപ്പം ക്ഷീണമുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂർ കൂടുതൽ റെസ്റ്റ് എടുത്തുന്നിരിക്കും. അപ്പം ജീവിതത്തിൽ നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഒരു റെസ്റ്റ് എടുക്കുക അങ്ങനെയൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ ചിലപ്പോൾ ഒരു 11-12 മണി വരെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്, മിക്കവാറും 12 മണിയാണ് ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ടൈം ടേബിൾ. ഇവിടെ ആൾക്കാരുണ്ടെങ്കിൽ, ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ, കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ 12 മണി വരെയെങ്കിലും എല്ലാവരും വർക്കിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഒരു 1-2 പ്രോഗ്രാമൊക്കെ ഇവർ ചിലപ്പോൾ കാണാറുണ്ട്. TV ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തെങ്കിലും ഞാൻ വാർത്ത കാണാറുണ്ട്, ഇവർ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നമ്മുടെ എന്താ പറയുക, ഈ ഹാസ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഇവർ കാണാറുണ്ട്. അപ്പോൾ TV ഉണ്ടെന്നുള്ളൊരു ഇത് മാത്രം. ഈ അടുത്ത കാലത്താണ് TV ഇവിടെ വാങ്ങിച്ചത്. അതുവരെ ഞങ്ങൾക്കിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ TV ഒന്നും ഇല്ലായിരുന്നു. കാരണം കുട്ടികളൊക്കെ പഠിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും അറിവുണ്ട്, അതുകൊണ്ട് ആ ഒരു ആവശ്യമില്ലാതെ അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ടൈം ടേബിൾ എല്ലാവരും ഒരുമിച്ചാണ്. ഞാൻ പറഞ്ഞ ഭാര്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്നേക്കാൾ കൂടുതൽ പുള്ളി ചിലപ്പം 12 മണിക്കും പുള്ളി ചിലപ്പം ജോലി ചെയ്യുന്നുണ്ടാവും. ഞാൻ ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും പുള്ളി ചിലപ്പം ജോലി ചെയ്യുന്നത്. ചിലപ്പം രാവിലെ ഒരു മരുന്ന് വേണമെങ്കിൽ അദ്ദേഹമായിരിക്കും ചിലപ്പോൾ അരയ്ക്കുന്നത്. രാവിലെ ഞാൻ ചിലപ്പോൾ ഓർത്തില്ലെങ്കിൽ അദ്ദേഹം ചെയ്യാറുണ്ട്. അപ്പോൾ കല്ലിൽ ഇന്ന് ഞങ്ങൾ മരുന്ന് അരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ അരകല്ലിൽ അരയ്ക്കുന്ന മരുന്നൊക്കെ ഇപ്പോഴും കല്ലിലാണ് അരയ്ക്കുന്നത്. കാരണം നമ്മളൊരു മിഷനറി കൊണ്ടൊന്നുമല്ല. നമ്മൾ പച്ചമരുന്ന് ഇപ്പോൾ ഇവിടെ ഒറ്റമൂലി ചികിത്സയുണ്ട്, ടോൺസിന് ചികിത്സിക്കുന്നുണ്ട്, മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസിന് ചികിത്സിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കല്ലിൽ അരയ്ക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ അതൊക്കെ ഇവരാണത് മുഴുവൻ അരയ്ക്കുന്നത്. എൻ്റെ ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടെങ്കിൽ ഇവർ കുട്ടികൾ അരയ്ക്കാറുണ്ട്. അപ്പോൾ അതിലൊന്നും ആർക്കും ഒരു മോഡേൺ എന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നുമില്ല. എല്ലാവരും ഈ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കും. ഇവരിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ മരുന്നെടുക്കാനോ അല്ലെങ്കിൽ പരിശോധിക്കാനോ അല്ലെങ്കിൽ റിപ്പോർട്ട് എഴുതാനോ എല്ലാ കാര്യങ്ങളിലും. അത് ഒരാളല്ല, ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മെഡിക്കൽ ക്യാമ്പിന് പോയെങ്കിൽ ഞാനും മോളും ഇരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ മോളും അല്ലെങ്കിൽ മോനുണ്ടെങ്കിൽ മോന്, വൈഫ് ഇവരായിരിക്കും മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊരു ടീമായിട്ടാണ് പോകുന്നത്. ഒരു ടീം സ്പിരിറ്റാണ്, ആ ഒരു ടീം വർക്കുമാണ്. അല്ലാതെ ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല തീർച്ചയായിട്ടും ചികിത്സ എന്ന് പറയുന്നത്. കാരണം നമുക്കതിന് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് വേണം. നമ്മൾ ആ രീതിയിൽ പോകുന്നെങ്കിൽ മാത്രമേ നമുക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം മരുന്നെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും മരുന്ന് കൊടുക്കുന്നതല്ല ഞാൻ മരുന്ന് കൊടുക്കുന്നത്. മരുന്ന് ഞാൻ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയില്ല. കാരണം ഒരുപാട് രോഗികളെ എനിക്ക് നോക്കാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെനിക്ക് എപ്പോഴും ഉണ്ടാവും എൻ്റെ കൂട്ടത്തിൽ. ഇപ്പം എനിക്ക് മേഡത്തോട് ചോദിക്കാനുള്ളത്, വൈദ്യർ പറഞ്ഞു വൈദ്യരെ എല്ലാ രീതിയിലും മേഡം സഹായിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഒരു ഭർത്താവ് എന്ന രീതിയിൽ
വീട്ടിൽ എങ്ങനെയാണ് കെയറിങ് കിട്ടുന്നുണ്ടോ? ഭർത്താവെന്ന രീതിയിൽ പുള്ളിക്ക് വേണ്ട സമയം ഭക്ഷണം, പുള്ളി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് വെള്ളം കൊടുക്കും. അങ്ങനെ പുള്ളി എല്ലാ കാര്യത്തിലും പുള്ളിക്ക് എപ്പോഴും ഞാൻ സഹായിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് ആവശ്യമായ ഇപ്പം എവിടേക്കെങ്കിലും ഏതെങ്കിലും ആഘോഷവേളയിലെ മറ്റോ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കാണാൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകണം, അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അത്തരം ഒരു കെയറിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ആദ്യകാലങ്ങളിലും കൊടുത്ത് ചർച്ചിൽ പോകാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾ ചർച്ചിൽ പോകാൻ ഞങ്ങൾ ചർച്ചിൽ നിന്ന് പുറത്തിട്ടു. കാരണം അതായിരുന്നു അവസ്ഥ. ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ അന്ന് വണ്ടിയൊന്നുമില്ല, പിന്നെ കുറേ ദൂരമല്ലേ, അങ്ങനെ പോകുന്നില്ല. ഇപ്പോൾ കാലങ്ങളിലെന്ന് പറഞ്ഞാൽ ലീവ് എടുത്തും ഞങ്ങളെ പല സ്ഥലത്തേക്കും കൊണ്ടുപോകാറുണ്ട്. വൈദ്യരോട് ഒരു ചോദ്യം കൂടി. ഇപ്പം നമ്മുടെ ഈ പ്രകൃതിയുടെ എല്ലാ ഭംഗിയും ആസ്വദിച്ച് ഈ വീടിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ വരവേൽക്കുന്ന ഒരുപാട് പുരസ്കാരങ്ങളാണ്. രണ്ട് സൈഡുമുള്ള ഷോക്കേസ് മൊത്തം പുരസ്കാരങ്ങളാണ്. ഓരോ പുരസ്കാരങ്ങൾ ലഭിക്കുന്നതോറും മനസ്സിനകത്തുണ്ടാകുന്ന ഫീലിങ്സ് എന്താണ്? നമുക്ക് കൂടുതൽ ചെയ്യണമെന്ന് മാത്രമാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമുക്കൊരു എന്താ പറയുക, നമ്മളെ ഒരു വീണ്ടും അംഗീകരിക്കുന്നു, നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്. കാരണം എല്ലാ മനുഷ്യനും ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരാൾ അനുമോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം നിറഞ്ഞാണ്. നമുക്കിപ്പോൾ ഒരാൾ 1 കോടി രൂപ തരുന്നതും, അല്ലെങ്കിൽ നമുക്കൊരു സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊച്ചു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ചടങ്ങിൽ വെച്ച് നമുക്കൊരു ഉപകാരം തരുന്നതും വെച്ച് നോക്കിയാൽ ആ ഉപകാരത്തിനുള്ള വില ഒരിക്കലും നമുക്ക് ഈ 1 കോടി രൂപയ്ക്ക് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ. കാരണം മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചകമായിട്ടാണ് നമുക്ക് ഈ ഉപകാരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അവാർഡുകൾ, അല്ലെങ്കിൽ നമുക്ക് ഈ സമ്മാനങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം നമുക്ക് സാമ്പത്തികമല്ല അതിൻ്റെ പിന്നിലുള്ളത്. കാരണം അതുകൊണ്ട് നമുക്ക് കൂടുതൽ പല കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കും, എന്താണ് ഇനി നമുക്ക് ചെയ്യേണ്ട, അടുത്ത പ്രൊജക്റ്റ് എന്തായിരിക്കും. ഞാനിപ്പോൾ ഒരു മെഡിക്കൽ ക്യാമ്പ് ചെയ്താൽ രണ്ടാമത് ആലോചിക്കുക എവിടെയാണ് അർഹതപ്പെട്ട ഒരു ഏരിയ ഉള്ളത്, നമുക്കൊരു മെഡിക്കൽ ക്യാമ്പ് ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്താണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ രീതി ചിന്തിക്കും. അതുപോലെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാളിപ്പോൾ ഒരു മരുന്നിനാണ് വരുന്നത്, അയാൾക്ക് സാമ്പത്തികമില്ല, നമുക്ക് അയാളെ നമുക്ക് ഒരു മാനസികമായിട്ടൊരു വിഷമം തോന്നാറില്ല. കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലൊരു മനസ്സിനൊരു സമാധാനം കിട്ടുന്നത്. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു രോഗി ഇവിടെ വന്നു, രോഗം മാറി, വൈദ്യരെ ഞാൻ സന്തോഷവാനായി എന്ന് പറയുമ്പം കിട്ടുന്നൊരു സുഖം ഈ ലോകത്തിൽ നമുക്ക് മറ്റൊന്നിലും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് മേഡത്തിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, വൈദ്യർ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നു. വൈദ്യർക്ക് എന്ത് തോന്നുന്നു, കുട്ടികളുടെയും ഭാര്യനെ വേണ്ട രീതിയിൽ പറ്റുന്നുണ്ട് അവരെ? അല്ല, ചില കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് അവരുടെ കൂട്ടത്തിൽ പോകാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരുന്നില്ല. എങ്കിലും ഞങ്ങൾ വർഷത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾ ഫാമിലിയായിട്ട് കുടുംബമായിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു പിക്നിക്ക് പോകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഞങ്ങൾ ഗോവയ്ക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂർ പോകാറുണ്ട്, അതല്ലെങ്കിൽ എന്താ പറയുക വേളാങ്കണ്ണി പോകാറുണ്ട്, അല്ലെങ്കിൽ ഊട്ടിക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ മൂന്നാർ പോകാറുണ്ട്. കാരണം നമ്മൾ 24 മണിക്കൂറും നമ്മൾ ഇവിടെയുള്ള സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ രോഗികളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കാറുള്ളത്. പക്ഷേ കുടുംബം ഞങ്ങൾ വല്ലപ്പോഴും ഒരുമിച്ച് കൂടിയില്ലെങ്കിൽ, കാരണം പരസ്പരമുള്ള ആ ഒരു സ്നേഹവും വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് എനിക്കും അറിയാം. കാരണം മറ്റുള്ളവരെ പോലെയല്ല എൻ്റെ ഒരു അവസ്ഥ. പിന്നെ എന്നെ നന്നായിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർക്കൊരു പരാതിയൊന്നും ഇല്ലാതെ ഇവർ എൻ്റെ കൂടുതൽ സഹകരിക്കുകയും എന്നോട് ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് തീർച്ചയായിട്ടും ഈ പൊതുവായ പരിപാടികളിലോ അല്ലെങ്കിൽ മറ്റ് ക്യാമ്പുകൾക്കോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചാരിറ്റബിൾ ചെറിയ ഒന്നും എനിക്ക് കഴിയില്ല. അപ്പം അവർക്കത് അറിയാം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ പോകാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എല്ലാവരും ഒരു ടീമായിട്ട് ചെയ്യുന്നത്. എന്താണ് വിഷമം, എന്താണ് ഇതുവരെയായിട്ട് ജീവിതത്തിൽ? ഇല്ല, ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏത് അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്ന ഒരാളാണ്. ഞാൻ ദർഗകളിൽ പോകാറുണ്ട്, അതുപോലെ തന്നെ അമ്പലത്തിൽ പോകാറുണ്ട്. ഞാൻ ശ്രീപത്മസ്വാമി ക്ഷേത്രത്തിൽ ഈ അടുത്ത കാലത്ത് പോയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട്. കാരണം എനിക്കത് വിഭിന്നമായിട്ട് കാണാറില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്, ജാവക്കൽ ലവ്ലിയുടെ ഫോട്ടോയാണ് ആയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന് എൻ്റെ ഗുരുവാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ് വാങ്ങിയ ഒരാളാണ്. കാരണം ഞാൻ അദ്ദേഹത്തിന് എൻ്റെ കൈ കൊണ്ട് തന്നെ മരുന്ന് കൊണ്ടേ കൊടുത്താണ്. ഒരുപാട് ആൾ നിൽക്കുമ്പോൾ അദ്ദേഹം എന്നെ ഒരു 500 പേര് നിൽക്കുമ്പോൾ എന്നെ സെപ്പറേറ്റ് വിളിച്ച് എനിക്ക് ബ്ലെസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞാൻ വലിയ സന്തോഷവാനാണെന്ന് വേണം പറയാൻ. ദുഃഖത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഒരിക്കലും എനിക്കില്ല. കാരണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, തന്നതിനൊക്കെയും ഒത്തിരി സന്തോഷം, ഇനി ഒന്നും എനിക്ക് തരണ്ടാന്ന്. കാരണം ഞാൻ 100% തുറന്നു തന്നെ പറയാം, ഞാൻ ഒരു സ്ഥലത്തും ഇന്ന് വരെ ഒന്നും ചോദിക്കാറില്ല. കാരണം നിറഞ്ഞ ഹൃദയത്തോടുകൂടിയാണ് പറയുന്നത്. ഇതൊരു വലിയൊരു ഭാഗ്യം ചെയ്യുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. കാരണം 2% എൻ്റെ കഠിന പ്രയത്നം, 98% ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരു ദുഃഖവും ആ കാര്യത്തില്ല. കാരണം വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഒരു പ്രാർത്ഥന ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ലോകത്തിലുള്ള എല്ലാ ദുഃഖിതർക്കും, രോഗികൾക്കും, അല്ലെങ്കിൽ അനാഥർക്കും, അല്ലെങ്കിൽ എയ്ഡ്സും ക്യാൻസറും പോലുള്ള രോഗികൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ മറ്റൊരു കാര്യത്തിന് വേണ്ടി എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രാർത്ഥനയില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുമില്ല ഒരിക്കലും. ദൈവം 3 ഓപ്ഷൻ തരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാവാം, ഇതുപോലൊരു വൈദ്യരായിട്ട് ഇങ്ങനെ ജീവിച്ചു കഴിയാം. ഏത് ഓപ്ഷനായിരിക്കും തിരഞ്ഞെടുക്കുക? തീർച്ചയായിട്ടും വൈദ്യനായിട്ട് ജീവിക്കുന്ന ഓപ്ഷനാണ്. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു രോഗിക്ക് ഗുണം കിട്ടി, സുഖം കിട്ടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആ രോഗിയുടെ നിറഞ്ഞ ചിരി ഈ ലോകത്തിൽ ഒരാൾക്കും
അതിൻ്റെ ഒരു സുഖം ഒരാൾക്കും ഒരു ഇന്ത്യൻ പ്രസിഡൻറ്റിനോ അല്ലെങ്കിൽ നമുക്ക് ഒരു ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റനോ ഒരിക്കലും ലഭിക്കില്ല. കാരണം വൈദ്യ ദേവ നാരായണോ ഭവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിൽ ദൈവത്തെ പോലെയാണ് മനുഷ്യൻ വൈദ്യനെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രവൃത്തി അതുപോലെയാണെങ്കിൽ നമുക്ക് അതിന് അർഹതയുണ്ട്. നമ്മളെ ആ രീതിയിലാണ് കാണുന്നത്. ആ സുഖം ലോകത്തിൽ എവിടെയാണ് നമുക്ക് കിട്ടുക? നമ്മളിപ്പം ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പം നമുക്കൊരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ വൈദ്യരെ ഇരിക്കുക, നമ്മൾ ഒരാളെ അറിയുന്നു. ഇപ്പം ഞാനൊരു വലിയൊരു കോടീശ്വരനായിട്ട് കയറി ചെന്നാൽ ഒരു പക്ഷേ എനിക്ക് അങ്ങനൊരു എന്താ പറയുക, ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു ആതിഥ്യം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെ ചെല്ലുമ്പോഴും നമ്മളെ ഒരാൾ അറിയുന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സ്വീകരിക്കുന്നു, വൈദ്യരെ എന്തുകൊണ്ട് സുഖമാണോ. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ആ ജീവിതത്തിൽ കിട്ടുന്നൊരു ഭാഗ്യം നമുക്ക് ലോകത്തിൽ ഒന്നും കിട്ടില്ല. ഇപ്പം ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ നമുക്കറിയാം, കേരളത്തിൻ്റെ ശ്രീശാന്തിനെ നമുക്കറിയാം. നമ്മൾ കേരളത്തിൻ്റെ ശ്രീ എന്ന് പറഞ്ഞ് മുഖശ്രീ എന്ന് പറഞ്ഞ് കൊണ്ടുനടന്നാണ്. ഇന്ന് ഒരു മനുഷ്യൻ പോലും ആ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഒരു ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പം നരസിംഹറാവിനെ കുറിച്ച് ഒരൊറ്റ മനുഷ്യന് ഇന്ന് ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ഉപമയോ പറയാറില്ല. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ഒരു പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രസിഡൻറ്റിൻ്റെയോ പദവി അത്രയേ ഉള്ളൂ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. കാരണം അവരാ ഇരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമേ അതിന് വിലയുണ്ടാവുള്ളൂ. പക്ഷേ ഒരു വൈദ്യനെന്ന് പറഞ്ഞാൽ മരിക്കുന്ന നിമിഷം വരെ വൈദ്യനായിരിക്കും, മരിച്ചാലും വൈദ്യനായിരിക്കും. പറയും ആ വൈദ്യനുണ്ടായിരുന്നപ്പം ഇങ്ങനെയായിരുന്നു, അല്ലെ ആ വൈദ്യൻ്റെ മോളാണ്, അല്ലെങ്കിൽ മോനാണ്. അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമ്മളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുള്ള സത്യമാണ്. അപ്പോൾ ഒരിക്കലും മറ്റൊരു ഫീൽഡിനും, അതായത് 64 കലകളിൽ ഉന്നതമായ കല വൈദ്യം തന്നെയാണ്. വൈദ്യം കഴിഞ്ഞിട്ടില്ല, വൈദ്യത്തിന് താഴെ മറ്റെല്ലാ കലകളും ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വൈദ്യത്തെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും നമ്മൾ അതേപടി പകർത്തുകയും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞാൽ ലോകത്തിൻ്റെ അവസാനം വരെ നമുക്ക് നിലനിൽക്കാൻ കഴിയും. കാരണം ഇന്ന് കോട്ടയ്ക്കൽ എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്നുണ്ട്. കാരണം അങ്ങനെ അറിയപ്പെടുന്ന ഒരാൾ നമ്മൾ കേരളത്തിൽ നമുക്ക് വേറെ ആരുമില്ല. ഉണ്ടോ? ഇല്ല. ലോകം മുഴുവൻ കോട്ടയ്ക്കലെ വാര്യർ സാറിനെ കുറിച്ച് അറിയും. ലോകം മുഴുവനാണ് പറയുന്നത്. അങ്ങനെ അറിയപ്പെടുന്ന ഒരാളില്ല. അത് ആ വൈദ്യത്തിൻ്റെ മാത്രം മഹാത്മ്യമാണ്. അപ്പോൾ വൈദ്യത്തിന് തീർച്ചയായിട്ടും അത്രമാത്രം മഹാത്മ്യമുണ്ട്. പക്ഷേ അത് നമ്മൾ കൊണ്ടു നടക്കുന്ന പോലെയാണ്. കാരണം ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ നമ്മളത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു, അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വൈദ്യത്തിൻ്റെ ഒരു മഹാത്മ്യം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് മലയാളികൾക്ക് ഇന്നാണ് ഓണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യരുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരിയാണ്. അതിനർത്ഥം ഈ വീട്ടിലെപ്പോഴും പുഞ്ചിരിയുടെ ഓണമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മക്കളുടെ മുഖത്താണെങ്കിൽ വല്ലാത്ത പുഞ്ചിരിയാണ്. തീർച്ചയായിട്ടും എപ്പോഴും ജീവിതത്തിൽ ഈ ഓണം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തിരക്ക് പിടിച്ച സമയത്തും ഞങ്ങളോടൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചതിന് KCNൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒപ്പം കുടുംബത്തിനും വൈദ്യർക്കും ഇനിയും ഒരുപാട് കാലം ഒരുപാട് പാവങ്ങളെ സേവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.